ശ്രീ പയ്യാവൂർ ശിവക്ഷേത്രം. കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ പാർവതി സമേതനായി ഇവിടെ കുടികൊള്ളുന്നു. അനന്തമായ ആകാശത്തിന് കീഴിൽ ഋതുഭേദങ്ങളെയെല്ലാം തന്നിലേക്ക് ആവാഹിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ മേൽക്കൂരയോ ചുറ്റമ്പലമോ കൂടാതെയാണ് ശ്രീകോവിൽ നിലകൊള്ളുന്നത്. കാലിയാർ കിരാതമൂർത്തി എന്നാണ് പയ്യാവൂരപ്പനായ ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത്. കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മലയോര പ്രദേശത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലാണ് പയ്യാവൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിന്റെ ഉത്പത്തിചരിത്രം. കാലിയാർ കുന്നുകളിൽ കിരാതവേഷം ധരിച്ചു വസിക്കുകയായിരുന്ന പാർവതി പരമേശ്വരന്മാരെ പ്രസാദിപ്പിക്കാനായി വില്ലാളി വീരനായ അർജുനൻ തപസ് ചെയ്യുകയായിരുന്നു ഇവിടെ. മഹാഭാരത യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനായി ഒരു സവിശേഷമായ ആയുധം വരം നേടാനായിരുന്നു അർജുനൻ തപസ് തുടങ്ങിയത്. അർജുനന്റെ തപസ്സിൽ ഭഗവാൻ പ്രസാദിച്ചുവെങ്കിലും അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ പരമശിവൻ കാട്ടാള രൂപം പൂണ്ട് അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചില പരിഹാസ വാക്കുകൾ പ്രയോഗിച്ച് അർജുനനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉദ്ദേശം ഫലിച്ചു. കോപിഷ്ഠനായ അർജുനൻ കാട്ടാള രൂപം പൂണ്ടു നിൽക്കുന്ന ഭഗവാനുമായി മല്ലയുദ്ധം തുടങ്ങി. മല്ലയുദ്ധത്തിനൊടുവിൽ ഭഗവാൻ പരമശിവൻ അർജുനനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ അർജുനന് ബോധം നഷ്ടമായി. ബോധം വീണ്ടെടുത്ത അർജുനൻ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മണ്ണ് കുഴച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിൽ കാഞ്ഞിരത്തിന്റെ ഇലകൾ അർപ്പിക്കുകയും ചെയ്തു. അർജുനന്റെ മനസ്സലിഞ്ഞുള്ള പ്രാർത്ഥന കേട്ട ഭഗവാൻ അർജുനന്റെ മുന്നിൽ പാർവതി സമേതനായി പ്രത്യക്ഷപ്പെട്ടു. അർജുനന് അവിടെ വെച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായത്രേ. വെയിലും മഴയും മറ്റു ഋതുക്കളുമെല്ലാം തന്നിൽ ഏൽക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിക്കൂടാ എന്നായിരുന്നു അത്രേ ആ അശരീരി. അതുപ്രകാരം മേൽക്കൂരയില്ലാത്തതും ചുറ്റമ്പലമില്ലാത്തതുമായ ഒരു ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചത്. ഇന്നും ഈ രീതി മാറ്റമില്ലാതെ തുടരുകയാണ്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ നിന്നും അല്പം മാറി ഒരു പഴയ ക്ഷേത്രമുണ്ട്. താഴത്തമ്പലം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അത്താഴ പൂജ കഴിഞ്ഞാൽ പ്രധാന
പ്രധാന ശ്രീകോവിലിൽ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലായിരുന്നുവത്രേ. ഈ ഒരു വിശ്വാസപ്രകാരമാവണം അന്ന് ആളുകൾ രാത്രികാലത്ത് താമസിച്ചിരുന്നത് താഴത്തമ്പലത്തിലായിരുന്നു. ഇവിടെ പീഠപ്രതിഷ്ഠയാണുള്ളത്. 2 തവണ നിത്യനിവേദ്യം നടത്തുന്നതല്ലാതെ മറ്റു പൂജകളൊന്നും ഇവിടെയില്ല. ഉത്സവകാലത്ത് താഴത്തമ്പലത്തിൽ നിന്നാണ് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. ഉത്സവത്തിനായി അരി കൊണ്ടുവരുന്ന കുടക് നിവാസികൾ ഇവിടെയാണ് അത് നിക്ഷേപിക്കുന്നത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം താഴത്തമ്പലത്തിലാണുള്ളത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി പഴശ്ശി ഭഗവതി ക്ഷേത്രമുണ്ട്. തൊട്ടടുത്തായി പാർവതീകോട്ടം സ്ഥിതി ചെയ്യുന്നു. വിഷു എഴുന്നള്ളത്തും വിഷുവിളക്ക് ഉത്സവവും നടക്കുന്നത് ഇവിടെയാണ്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവം ഊട്ടുത്സവമായാണ് നടത്തുന്നത്. കോമരത്തച്ഛൻ ഊട്ടറിയിച്ച് കുടകിലേക്ക് തിരുവായുധവുമായി പോകുന്നതോടെ ഉത്സവത്തിന് ആരംഭമാകുന്നു. കർണാടകത്തിലെ കുടകരുടെ പങ്കാളിത്തമാണ് ഊട്ടുത്സവത്തിന്റെ പ്രധാന പ്രത്യേകത. ഊട്ടുത്സവത്തിനുള്ള അരി കൊണ്ടുവരുന്നത് കുടകിലെ കടിയത്ത് നാട്ടിൽ നിന്നാണ്. കാളപ്പുറത്താണ് അരി കൊണ്ടുവരുന്നത്. ഓമന കാഴ്ചയാണ് ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന വിശേഷം. വാഴക്കുല, ചക്ക, നാളികേരം, ഇളനീർക്കുല എന്നീ കാഴ്ചവസ്തുക്കൾ കൂട്ടിക്കെട്ടി പല ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളത്തായി കൊണ്ടുവരുന്നു. കോമരത്തച്ഛനാണ് ഇലഞ്ഞിമരച്ചോട്ടിൽ വച്ച് ഈ കാഴ്ച കൈയേൽക്കുന്നത്. തളിപ്പറമ്പ് ഇടവലത്ത് പൊടിയൂർ മനയ്ക്കാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ തന്ത്രാവകാശം. ശ്രീ സോമേശ്വരി, അയ്യപ്പൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു.
ക്ഷേത്രം. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരെ അനുഗ്രഹ ആശിസ്സുകൾ ചൊരിഞ്ഞ് കഷ്ടനഷ്ടങ്ങൾക്ക് മുക്തി നൽകി രക്ഷിക്കുകയാണ് വൈകാലൂരപ്പനായ ഭഗവാൻ.